ബൈജു, ഇനി ഇങ്ങനെ അടിപിടി കേസ് ചെന്ന് പെടാതിരിക്കാൻ ശ്രമിക്കുക. എപ്പോഴും എനിക്ക് രക്ഷിക്കാൻ പറ്റുന്നിരിക്കില്ല, മനസ്സിലായോ? ഞാൻ ഭാമയെ വിളിക്കാനിരിക്കുകയായിരുന്നു. ഇപ്പൊ കണ്ടത് നന്നായി. പണം വൈകിട്ട് കിട്ടിയാലും മതി സാർ. അതല്ല, ഞാൻ വിചാരിച്ച പണം റെഡിയായില്ല. പണം റെഡിയാവാൻ ഒരാഴ്ച എടുക്കും. ഒരാഴ്ചയോ? അല്ല, ഇന്ന് തരാന്ന് പറഞ്ഞിട്ട്. എന്ത് ചെയ്യാനാ ഭാമേ, പണത്തിന്റെ കാര്യമല്ലേ. എപ്പോഴും നമ്മൾ വിചാരിച്ചാൽ നടക്കില്ലല്ലോ. ആദ്യമായിട്ട് ഭാമ ഒരു കാര്യം പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റാത്തൊരു വിഷമമുണ്ട്. ഐ ആം സോറി. ഈശ്വരാ, ഉത്തമന് നാളെ രാവിലെ തന്നെ പണം കൊടുത്തില്ല പ്രശ്നമാവുമല്ലോ. ഇനിയിപ്പോ ആരോടാ ചോദിക്കുക? നിനക്കെന്താ പറ്റിയത്? ഒന്നുമില്ല. എന്തുകൊണ്ടല്ലോ വൈകുന്നേരം വന്നത് മുതലേ ശ്രദ്ധിക്കുക. നിനക്ക് കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടുണ്ട്? അത് മോഹനേട്ടന് തോന്നുന്ന. ഞാൻ നിന്നെ കാണാൻ തുടങ്ങിയിട്ട് 3-4 വർഷമായല്ലോ. നിന്നെ കണ്ടാൽ അറിയാം എന്തോ പ്രശ്നമുണ്ടോ. അതോ, അത് ഒരു കേസിന്റെ കാര്യ. നാളെ ഒരു വലിയ കേസുണ്ട്. അതിലെങ്ങനെ ജയിക്കാന്ന് ആലോചിക്കായിരുന്നു. അത്രേ ഉള്ളോ? നീയല്ലേ പറഞ്ഞ നിന്റെ ഈ ലാപ്ടോപ്പ് കൊണ്ടെന്തൊക്കെയോ കാണിക്കാൻ വന്നു. നീ ഈ ലാപ്ടോപ്പ് എടുത്ത് കൊണ്ട് കളിക്കുക. നീ എന്താ പറഞ്ഞത്? ലോകം നിന്റെ വിരൽത്തുമ്പിലാണ്. നേരിടാ ലോകം വിരൽത്തുമ്പിലാണ്. ഇപ്പൊ കേസ് ജയിക്കണ പാട്. മോഹനേട്ട വെറുതെ എന്നോട് വഴക്കുണ്ടാക്കാതൊന്നും പോകുന്നുണ്ടോ? ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്താലോചിക്കാൻ? നീയൊക്കെ ആലോചിച്ചാൽ ഒരു വർഷം തീരില്ല. നീ ഈ വൃത്തികെട്ട സാധനം കൊണ്ട് എന്റെ മുമ്പ് കിടന്ന് നെകളിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി നിനക്ക് എന്തോ വലിയൊരു പ്രശ്നം വരാൻ പോണം. ഒരു സത്യം പറട്ടെ, ഇനി വന്നേ. നീ ഈ കേസിൽ തോറ്റിരിക്കും, ഉറപ്പ്. ആഹാ, എന്തോ ഒരു വഴി. ഉത്തമനോട് കുറച്ചു ദിവസം കൂടി ചോദിച്ചാലോ? വക്കീലെ, എനിക്ക് വിശ്വാസം കുറവുള്ളതുകൊണ്ട് പറയുന്നതല്ല. മറ്റന്നാ രാവിലെ 11 മണിക്ക് പീലിപ്പോസിന് കാശ് കൊടുക്കണം. അതിനു മുമ്പ് വക്കീല് കാശ് തിരിച്ചു തന്നിരിക്കണം. മറ്റന്നാള് രാവിലെയല്ലേ? നാളെ വൈകുന്നേരം ഈ കാശ് ഉത്തമന് ഞാൻ തിരിച്ചു തന്നിരിക്കും. പറയുന്നത് ഈ സത്യഭാമയാണ്. അപ്പൊ പറഞ്ഞോലെ. അത് നടക്കില്ല. ഇനി എന്താ വഴി? മോഹനോട് ചോദിച്ചാലോ? അതിലും ഭേദം സത്യഭാമയെ ആത്മഹത്യയാണ്. ഹലോ, സീതാലക്ഷ്മി അല്ലേ? ഞാൻ സത്യഭാമയാണ്. എനിക്ക് നിന്റെ ഒരു സഹായം വേണമായിരുന്നു. അത്യാവശ്യം. അല്ല, എനിക്ക് ഒരാഴ്ചത്തേക്ക് കുറച്ച് പൈസ വേണം. ഒരു 50,000 രൂപ. ഇല്ലേ? ശരി, സാരില്ല. ഇനി ഞാൻ എന്ത് ചെയ്യും? നാളെ ഉത്തമനോട് എന്താ പറയാ?
ഹലോ ആലീസ് അല്ലേ? ഞാൻ സത്യഭാമയാ. എനിക്ക് ഒരാഴ്ചത്തേക്ക് 50,000 രൂപ വേണമായിരുന്നു. അതൊരു അത്യാവശ്യമായിട്ടാ. ഇല്ലേ? അല്ല എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കൂ. ഓ ശരി. ഹലോ, അതെ ഉത്തമനാണ്. ഓ എന്റെ പീലിപ്പോസ, ഞാൻ കൃത്യം 11 മണിയാകുമ്പോ അവിടെ വന്നിരിക്കും. കേശവൻ നായർ തന്ന രൂപ 50,000 എന്റെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ. പീലിപ്പോസേട്ടാ, ഉത്തമ ഒരു വാക്ക് പറഞ്ഞാ വാക്കായിരിക്കും. പിന്നെ പറഞ്ഞ പോലെ നമ്മളിത് ആദ്യമായിട്ടാണ് ഇടപെടുന്നത്. ഇനി എന്ത് ചെയ്യും? അത് പ്രശ്നമല്ലേ. ഇന്ന് പീലിപ്പോസിന് കാശ് കൊടുക്കേണ്ടത് ഉത്തമന്. എന്താ ചെയ്യുക? ഓക്കെ ശരി. പിന്നെന്ത്? ഇതാര് വക്കീലോ? വക്കീൽ ആള് കൊള്ളാമല്ലോ. ഞാൻ വക്കീലിനെ കാണാൻ വീട്ടിലോട്ട് വരാതിരിക്കായിരുന്നു. അല്ല അത് ഉത്തമ, എനിക്കൊരു അബദ്ധം പറ്റി. അല്ല ആ പൈസയുടെ കാര്യ. പൈസയുടെ കാര്യത്തിൽ അബദ്ധോ? ഉത്തമ എന്താണ് വക്കീലെ പറ. ഉത്തമന് തരാനുള്ള 50,000 രൂപ മോഹൻ സാർ തന്നല്ലോ. ആര്? രാവിലെ ഫോൺ വിളിച്ചിട്ട് കൃഷ്ണൻകുട്ടിയുടെ കടയിൽ വരാൻ പറഞ്ഞു സാറ്. എന്താണ് കാര്യമൊന്നും പറഞ്ഞില്ല. അവിടെ ചെന്നപ്പോഴല്ലേ അറിഞ്ഞത് വക്കീല് പൈസ മോഹൻ സാറിന് കൊടുത്തു വിട്ടെന്ന്. ഉത്തമൻ എന്താ പറഞ്ഞേ? അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും എനിക്കറിയാലോ. സാർ അറിയാതെ കാശ് തരണമെന്ന് പറഞ്ഞ വക്കീല് ഒടുവിൽ കാശ് സാറിന്റെ കയ്യിൽ തന്നെ കൊടുത്തും വിട്ടു. സത്യത്തിൽ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൽ ഇടപെടാൻ വന്നാലേ ഇടപെടുന്നവൻ പെടും. നിങ്ങൾ ഒരേ തൂവൽ പക്ഷികളല്ലേ. ഞാൻ പോട്ടെ വക്കീലെ. കൊടയെ കൊണ്ട് മാറ്റി. കണ്ണിപ്പോ പോയത്. ഇതെവിടെ പോയി? ഭാമേ, 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 ഭാമേ. എന്തുപറ്റി? നിന്റെ കണ്ണെന്താ നിറഞ്ഞിരിക്കുന്നത്? കരഞ്ഞോ? എന്തിന്? മോഹനായിട്ട് പൈസ കൊടുത്തു ഉത്തമൻ പറഞ്ഞു. ഉത്തമന് പൈസ കൊടുക്കാനുണ്ടെന്ന് മോഹനായിട്ട് എങ്ങനെ അറിഞ്ഞേ? എങ്ങനെയാണെന്താ? നീ ഒരാൾക്ക് പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അത് ഞാൻ കൊടുക്കാനുള്ള പോലല്ലേ? ഇന്നലെ മുഴുവൻ നീ ടെൻഷൻ ചേർന്നപ്പോഴേ എനിക്കറിയാമായിരുന്നു എന്തോ വലിയ പ്രശ്നമുണ്ടെന്ന്. അതുകൊണ്ട് നീ ഫോൺ ചെയ്യാൻ പോയപ്പോ ഞാൻ ഒളിഞ്ഞു ശ്രദ്ധിച്ചായിരുന്നു. എനിക്ക് ഒരാഴ്ചത്തേക്ക് കുറച്ച് പൈസ വേണം. ഒരു 50,000 രൂപ. ഇല്ലേ? സാരില്ല. ഈശ്വരാ, ഇനി ഞാൻ എന്ത് ചെയ്യും? നാളെ ഉത്തമനോട് എന്താ പറയാ? രാവിലെ ഉത്തമനോട് കൃഷ്ണൻകുട്ടിയുടെ കടയിൽ വരാൻ പറഞ്ഞു. പൈസ കൊടുത്തു. പൈസ ഞാൻ തന്നുവിട്ടതെന്ന് ഉത്തമനോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നിനക്കല്ലേ എന്റെ മോശം. ഇതിനാണ് നീ കരഞ്ഞത്. ഇത് പോട്ടെ, അത് കഴിഞ്ഞില്ലേ? ഞാൻ ലാപ്ടോപ്പ് വാങ്ങിയത് മോഹനയുടെ സങ്കടമായോ? എന്തിന്? നിനക്ക് ആവശ്യമുള്ളതല്ലേ. പിന്നെ മോഹനോട് ദേഷ്യപ്പെട്ടത് എന്തിനാ? അതെന്റെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി. അത് ചുമ്മാ. സോറി മോഹനേട്ടാ. അതെന്താ അങ്ങനെ ഒരു സോറി? സങ്കടപ്പെടുത്തിയന്. അത് നിന്റെ മാത്രം കുറ്റമല്ലല്ലോ.
നിനക്ക് ആവശ്യമുള്ള ഒരു കാര്യം പറഞ്ഞപ്പോ ഞാൻ സമ്മതിച്ചില്ല. നീ പറഞ്ഞതുപോലെ ലാപ്ടോപ്പും ഇന്റർനെറ്റും ഒക്കെ നല്ലതാണ്. ലോകം വിരൽത്തുമ്പിലല്ലേ? എന്റെ ലോകം എന്റെ മോഹനേട്ടനല്ലേ? ആ ലോകം ഇപ്പൊ എന്റെ ഈ വിരൽത്തുമ്പിലല്ലേ? ഇവരെക്കാൾ സ്നേഹസമ്പന്നരായ ഏതെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർ കേരളത്തിലുണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. എന്നിട്ടും എന്തിനാണ് ഇവർ ദിവസവും രാവിലെ വഴക്കുണ്ടാക്കുന്നതെന്ന് പ്രേക്ഷകർ സംശയിക്കുന്നുണ്ടാവും. അതങ്ങനെയാണ്. സ്നേഹമുള്ളിടത്തല്ലേ വഴക്കുണ്ടാവൂ. സ്നേഹിച്ച് സ്നേഹിച്ച് വഴക്കുണ്ടാക്കുകയും വഴക്കുണ്ടാക്കി സ്നേഹിക്കുകയും ചെയ്യുന്ന മോഹനകൃഷ്ണന്റെയും സത്യഭാമയുടെയും സ്നേഹം നിറഞ്ഞ വഴക്കിന്റെ പുതിയ കഥയുമായി കാര്യം നിസ്സാരം നാളെ രാത്രി 9 മണിക്ക്.